നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് അതിനേക്കാളും വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്തോഷമുള്ള സ്ഥലത്താണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മുടെ അങ്കമാലിക്കടുത്തുള്ള ചമ്പന്നൂരാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അങ്കമാലി എന്ന് പറയുന്നത് വ്യാവസായിക ഒരു തലത്തിലുള്ള ഉയർന്നുകൊണ്ട് പോവുകയാണ് അങ്കമാലി. അതിൽ നിന്ന് ഉള്ളിലേക്ക് നീങ്ങിയൊരു സ്ഥലമാണ് ചമ്പന്നൂർ എന്ന് പറയുന്നത്. തികച്ചും ഗ്രാമപ്രദേശം, കർഷകർ എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു പ്രമുഖമായ ഒരു വ്യക്തിത്വനെ പരിചയപ്പെടുകയാണ്. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ യുവ കർഷകനുള്ള അവാർഡ് നേടിയ ശ്രീ റിൻസ് ജോസാണ് ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത്. റിൻസിൻ്റെ ഒരു അതിമനോഹരമായ തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും എന്തൊരു മനോഹരമായ തോട്ടമാണ്. മണ്ണിനോട് ഇത്രയധികം സ്നേഹം പുലർത്തുന്ന ഒരു യുവ കർഷകൻ. കേരളത്തിൽ നിരവധി ഒരുപാട് കർഷകരുണ്ട്. പക്ഷേ യുവ കർഷകർ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ റിൻസൊക്കെ നമുക്കൊരു അഭിമാനമാണ്. കാരണം ഇന്നത്തെ യുവാക്കൾക്ക് ചില കാരണങ്ങൾ കൊണ്ടാവാം കൃഷിയോടുള്ള താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. ജോലി മേഖലയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ആ സ്പെഷ്യലൈസ്ഡ് മേഖലയിലേക്ക് ജോലി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കുടിയേറി പഠനത്തിനും ജോലിക്കും വേണ്ടി കുടിയേറി മികച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് അവരുടെ ആഗ്രഹങ്ങളാണ്. പക്ഷേ തൻ്റെ ആഗ്രഹം കൃഷിയും അതോടൊപ്പമുള്ള പൊതുപ്രവർത്തനവുമാണെന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട റിൻസാണ് നമ്മളോടൊപ്പം ഉള്ളത്. റിൻസ്, സ്വാഗതം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും റിൻസിൻ്റെ ഒരു കാഴ്ചപ്പാട്, എങ്ങനെയാണ് റിൻസ് ഇത് കൾട്ടിവേറ്റ് ചെയ്തതെന്ന്. നിങ്ങൾക്ക് കാണാം, നമ്മൾ അച്ചിങ്ങയാണ്, നാടൻ അച്ചിങ്ങയാണ്. അതിൻ്റെ ചെറിയൊരു വിളവെടുപ്പാണ് ചെറിയ രീതിയിൽ നമ്മൾ നോക്കിയത്. വളരെ ജൈവമായിട്ടുള്ള വളങ്ങൾ ചേർത്താണ് അദ്ദേഹം ഇതിനെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കിയാൽ കാണാം, കരിയും ചാണകവും കോഴിക്കാട്ടം, ആട്ടിൻകാട്ടം തുടങ്ങിയിട്ടുള്ള മണ്ണിനോട് വളരെയധികം നിൽക്കുന്ന തരത്തിലുള്ള വളങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കീടനാശിനികളൊന്നും വരാതെ തന്നെ തരത്തിൽ അദ്ദേഹം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ചുറ്റും നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളമാണ് അദ്ദേഹം ആ പ്രദേശത്തെയും അതുപോലെ തന്നെ ഈ കൃഷിയെയും സ്നേഹിക്കുന്നുള്ളത്. വാഴകളുടെ എണ്ണം, അതുപോലെ തന്നെ പയറിൻ്റെ നിരകളും. അപ്പോൾ അതെല്ലാം തന്നെ ഈ യുവ കർഷകൻ എത്രത്തോളമാണ് മണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഒരുപാട് കൗൺസിൽ ഉള്ള ആ വ്യക്തികളിൽ നിന്ന്, ഒരുപാട് ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് നിന്ന് മികച്ച യുവ കർഷകൻ എന്നൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത്രയധികം പാഷനും അതിലുപരിയായിട്ട് അടങ്ങാത്ത പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹത്തിനെ ഈ മേഖലയിൽ എത്തിച്ചത്. അപ്പോൾ റിൻസ് ഒരു കൃഷിക്കാരന് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനാണ്. അങ്കമാലി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് റിൻസ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിന്നുകൊണ്ട്, ജനകീയ ശബ്ദത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയതുകൊണ്ട് കുറച്ച് സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിക്ക് ഒരു മികവായിട്ട് നമുക്ക് കാണാം. കാരണം നിശബ്ദമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശബ്ദിക്കാൻ മുന്നോട്ട് വന്ന ഈ പൊതുപ്രവർത്തകൻ എന്നും ഒരു മുതൽക്കൂട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഈ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ റിൻസിനോട് ചോദിച്ചു, റിൻസ്, ഇത് മാർക്കറ്റ് വിലയ്ക്ക് അങ്കമാലി നമ്മളറിയുന്ന പോലെ നല്ല മാർക്കറ്റ് സ്കോപ്പുള്ള സ്ഥലമാണ്. നമ്മുടെ നാടൻ പച്ചക്കറി ആയതുകൊണ്ട് പറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഏകദേശം 70 കിലോ വരെ പോവാം ഒരു കിലോയ്ക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് റിൻസ് ഇത് മാർക്കറ്റിലേക്ക് വിൽക്കുന്നില്ല? കാരണം താങ്കൾക്ക് ഒരുപാട് പൈസ കിട്ടും, കാരണം അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ പറഞ്ഞൊരു ഉത്തരം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു, മാനസികമായിട്ട് വളരെ സന്തോഷിപ്പിച്ചു. കാരണം എന്ന് പറയുന്നത്, എൻ്റെ പ്രദേശത്ത്, അതായത് റിൻസിൻ്റെ വീടും പ്രദേശമുള്ള ആളുകൾക്ക് ഇതിൽ നിന്നൊരു വിഹിതം അവർക്ക് താങ്ങാവുന്ന, അവർക്ക് അഫോർഡബിളായ രീതിയിലുള്ള പ്രൈസിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അത് തന്നെ റിൻസിന് ആ വ്യക്തിത്വത്തെ മനസ്സിലാവും, റിൻസിൻ്റെ വ്യക്തിത്വത്തെ. കാരണം ഒരുപക്ഷെ ഒരു കർഷകൻ ചിന്തിക്കുക, അവൻ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഒരു ഡബിൾ കിട്ടണം എന്ന രീതിയിലാണ്. കാരണം ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം, അതിലുപരിയായിട്ട് ഇത് നന്നായിട്ട് രീതിയിൽ പരിപാലിക്കണം. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത്, എനിക്ക് കിട്ടുന്ന ഈ ഇതുപോലെയുള്ള പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഈ അനുഗ്രഹത്തെ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാക്കി തീരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായ രീതിയിലുള്ള ഈ വിലയും മറ്റു കാര്യങ്ങളും എന്നും സാധാരണക്കാർക്ക്
എന്നും സാധാരണക്കാരൻ്റെ ശബ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റിൻസ് എന്ന വ്യക്തിത്വം. അപ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ റിൻസിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു.